പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച എനിക്കും കർത്താവ് ഈ ശ്രേഷ്ഠമായുള്ള പദവി കൊടുത്ത് ഈ അവസരം നൽകിയല്ലോ. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് നമസ്കരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലളിത എന്നാണ്. എന്നെ എൻ്റെ ഭവനത്തിൽ ലത എന്ന് വിളിക്കാറുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ പൂർവികം ട്രിവാൻഡ്രത്തിലാണ്. എൻ്റെ മാതാവും പിതാവും ട്രിവാൻഡ്രത്തിൽ ജനിച്ചവരാണ്. അവരൊരു ഹൈന്ദവ കുലത്തിൽ ജനിച്ചവരാണ്. ഞാനും വളർക്കപ്പെട്ടതൊക്കെയും ബ്രാഹ്മണ സമ്പ്രദായ പ്രകാരവും ബ്രാഹ്മണ രീതിയിലുമാണ് വളർക്കപ്പെട്ടത്. എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ കേരളം വിട്ട് കോയമ്പത്തൂരിൽ ചെന്ന് സെറ്റിലായി. ഞങ്ങളുടെ സ്കൂൾ പഠിപ്പും കോളേജ് പഠിപ്പും എല്ലാം കോയമ്പത്തൂരിലായിരുന്നു. അവിടെ തന്നെ വെച്ച് എനിക്കൊരു മൂത്ത സഹോദരനും ഒരു ഇളയ സഹോദരനുമുണ്ട്. ഞങ്ങൾ സഹോദരന്മാർ ബ്രാഹ്മണ രീതിയിൽ സമ്പ്രദായ പ്രകാരം വളർക്കപ്പെട്ടവരാണ്. അവരുടെ ആചാരം അനുഷ്ഠാനം എല്ലാം ഞങ്ങളും പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ കണ്ടു വളർന്നതൊക്കെയും ഞങ്ങളുടെ മാതാവും പിതാവും വെളുപ്പിന് എഴുന്നേച്ച് സൂര്യൻ കണ്ണിന് കാണുന്ന മുമ്പേ അവർ അവർ കുളിച്ച് ആചാര അനുഷ്ഠാനങ്ങളൊക്കെയും അവർ ഫോളോ ചെയ്ത് പൂജ ചെയ്ത് എല്ലാം ദൈവത്തെ തൊഴുന്നാണ് ഞങ്ങൾ കണ്ട് പഠിച്ചത്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ദൈവ ഭയം ഉണ്ടായിരുന്നു. ദൈവത്തോട് ഒരു ഭക്തി ഉണ്ടായിരുന്നു. ദൈവം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ വളർന്നുകൊണ്ട് വരുന്ന സമയത്തിൽ വീട്ടിൽ ആദ്യത്തെ മോളായ എനിക്ക് ചില ഡ്യൂട്ടീസൊക്കെയും എൻ്റെ മാതാവും പിതാവും തന്നായിരുന്നു. എൻ്റെ ഡ്യൂട്ടീസ് എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെയും പ്രത്യേകമായിട്ട് ഒരു മുറിയുണ്ട്. അതിൻ്റെ പേര് പൂജാമുറി എന്നാണ്. അതിനകത്ത് വേറെ ഒരു പരിപാടിയും സംഭവിക്കത്തില്ല. അവിടെ പല വിഗ്രഹങ്ങളുണ്ടായിരുന്നു, അവിടെ പല പടങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അവർ കൊടുത്ത പണി എന്തെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേച്ച് കുളിച്ച് ആ മുറിയിനകത്ത് ചെന്ന് അതിനെ തൂത്തുവാരി തുടച്ച് ക്ലീനാക്കി, പിന്നെ അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം അതിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതിനെല്ലാം ഡ്രൈ ചെയ്ത് പിന്നെ അതിനൊക്കെ കുങ്കുമവും ചന്ദനവും എല്ലാം ഇട്ട് അതിനെ അലങ്കരിച്ച് അതുപോലെ പടങ്ങളെല്ലാം തുടച്ച് ഞങ്ങളുടെ ഗാർഡനിൽ പോയിട്ട് ഉള്ള പൂക്കൾ, അയലത്ത് വീട്ടുകാരിലുള്ള പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് മാല തൊടുത്ത് ഇതെല്ലാം അലങ്കരിക്കുന്നതാണ് എൻ്റെ പണി. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടേ ഞാൻ പള്ളിക്കൂടം പോകത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി പ്രായമായപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, മോളെ ഇനി ഞങ്ങളെപ്പോലെ നീ പൂജ ചെയ്യാൻ തുടങ്ങണം, നീ ഉപവസിക്കണം, ഈ മന്ത്രങ്ങളൊക്കെയും പഠിക്കണം എന്നൊക്കെയും പറഞ്ഞ് ഞങ്ങൾക്കതെല്ലാം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ മനഃപ്പാഠമായിട്ട് ആ ശ്ലോകങ്ങളെല്ലാം പഠിക്കുകയും അപ്പനെ പോലെ ഞങ്ങളും പൂജ പുനസ്കാരങ്ങൾ ചെയ്യുകയും തുടങ്ങി. എന്നാലും ആ സമയത്തിൽ തന്നെ എനിക്ക് പല ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അമ്മയോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. മമ്മി പറയുന്നു എനിക്ക് നല്ല ബുദ്ധിയുള്ള ഒരു കുഞ്ഞായിട്ട് വളരാം എന്ന് പറഞ്ഞാൽ സരസ്വതിയോട് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറയുന്നു. ഞാൻ നല്ല ഐശ്വര്യമുള്ളവരായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോട് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറയുന്നു. നല്ല ധൈര്യമുള്ളവളായി ഇരിക്കണമെങ്കിൽ പിന്നെ ശിവനോടും മുരുകനോടും കന്ദസൃഷ്ടി കവചവും ശിവകവചവും എല്ലാം പറയണമെന്ന് മമ്മി പറയുന്നു. മമ്മി എനിക്ക് ഒരു ഒറ്റ ദൈവത്തെ കാണിച്ചു കൊടുക്ക്. ഞാൻ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അതിനെ നൽകി തരാനുള്ള ദൈവം, ഒരൊറ്റ ദൈവം ആര്? മമ്മി എനിക്ക് കാണിച്ചു കൊടുക്ക്. അന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആ ചോദ്യത്തിന് എനിക്ക് ഒരിക്കലും ഒരു തൃപ്തികരമായുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മമ്മിയും ഡാഡിയും പറഞ്ഞൊക്കെയും ചെയ്തുകൊണ്ട് അതുപോലെ അങ്ങ് വളർന്നു. പക്ഷേ പല പ്രാവശ്യം ഞാൻ കണ്ട ഒരു കാഴ്ച ഇപ്പോഴും ഇന്ന് മോർണിംഗ് കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മാതാവ്, പ്രൈസ് ദ ലോർഡ്, പലപ്പോഴും ആ പൂജാമുറിയിനകത്ത് ഇരുന്ന്
കരയുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. നെഞ്ച് പൊട്ടി വീങ്ങി അങ്ങ് കരയുന്ന ഒരു കാഴ്ച ഞാൻ അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മമ്മി എന്തിനാ ഇങ്ങനെ കരയുന്നു? മമ്മിക്ക് എന്തിനാ ഇത്രയും സങ്കടം? ആരെങ്കിലും എന്തെങ്കിലും മമ്മിയെ പറഞ്ഞുവോ? എന്തിനാ ഇങ്ങനെ കരയുന്നു അന്ന് ചോദിച്ച സമയങ്ങളിൽ എൻ്റെ മമ്മിയുടെ മറുപടി ഇത് മാത്രമായിരുന്നു. മമ്മി എന്നോട് പറയും, മോളെ, ഇവിടെ എല്ലാം വിഗ്രഹങ്ങളുണ്ട്, പടങ്ങളുണ്ട്, ഇതെല്ലാം ദൈവം ആന്നു, നമ്മൾ പൂജിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം മേലായുള്ള ഒരു പരമാത്മാവുണ്ട്, ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെ അറിയണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആ ദൈവം എവിടെ, അത് ആര്, ആ ദൈവത്തിൻ്റെ പേര് എന്തുവാണ് എന്ന് ആലോചിച്ചാണ് ഞാൻ കരയുന്നു. എൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറയും. അന്ന് ആ കൊച്ചു പ്രായത്തിൽ 10, 11 വയസ്സ് 12 വയസ്സ് ഉള്ളായിരിക്കും. ആ സമയത്ത് എൻ്റെ മമ്മിയോട് ഞാൻ ഒരു ഉടൻപാട് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, നീ എപ്പോൾ ഈ ദൈവം, ഈ പരമാത്മാവിനെ കണ്ടുമുട്ടുന്നുവോ, എപ്പോൾ മമ്മി ഈ ദൈവം ആര്, ഈ ദൈവത്തിൻ്റെ പേര് എന്തുവാണെന്ന് അറിയുന്നുവോ, അപ്പം മമ്മി എന്നോട് അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണം. ഞാൻ എവിടെയായിരുന്നാലും ഏത് പ്രായത്തിലായിരുന്നാലും മമ്മി എന്നെ വിളിച്ച് പറയണം. കാരണം എനിക്കും ഈ പരമാത്മാവിനെ അറിയണം. അന്ന് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞായിരുന്നു. മമ്മിയും പറഞ്ഞു, ശരി മോളെ, ഞാൻ അറിയുമ്പോൾ നിന്നോട് ഞാൻ പറയാമെന്ന്. അങ്ങനെ ഞങ്ങൾ വളർന്നു. എൻ്റെ കോളേജ് പഠിത്തമൊക്കെ തീർന്നു. നല്ല ഒരു ബ്രാഹ്മണ ചെറുക്കനുമായിട്ട് എനിക്ക് കല്യാണം കഴിച്ചു വിട്ടു. ഞങ്ങൾ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി. ഞങ്ങളുടെ കുടുംബജീവിതം അവിടെ തുടങ്ങി. ആ സമയത്ത് ഒരു ദിവസം എനിക്കൊരു കുഞ്ഞുണ്ടായി. പിന്നെ ഒരു ദിവസം എൻ്റെ മമ്മിയും എൻ്റെ മൂത്താങ്ങളെയും എൻ്റെ അമ്മയുടെ അമ്മയും എൻ്റെ വലിയമ്മ മുത്തച്ഛി അവർ വന്നു. ബാംഗ്ലൂരിൽ എന്നെ കാണാൻ വന്നു. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ മമ്മി വന്നപ്പോൾ, മുൻ അറിവിപ്പോൾ ഒന്നുമില്ലാതെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മി എന്താ ഒന്നും പറയാതെ പെട്ടെന്ന് വന്നല്ലോ, എന്തുവാണ് വിഷയം അന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ സത്യ ദൈവം ആര്, ഈ പരമാത്മാ ആര്, അന്ന് ഞാൻ കണ്ടുപിടിച്ചാൽ നിന്നോട് പറയണമെന്ന് നീ പറഞ്ഞില്ലേ, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു മമ്മിയോട്, മമ്മി, പരമാത്മാ ആരെന്ന് മനസ്സിലായോ? ആ ദൈവത്തിൻ്റെ പേരെന്താ മനസ്സിലായോ? മമ്മി പറഞ്ഞു, ആ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ ഒരു ഗുരു ഇവിടെ ഉണ്ട്, നമ്മൾ അവിടെ പോയാൽ ആ ഗുരു ആ മാർഗം നമുക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിൽ ഞാനും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ, ശിശുവിനെ കൊടുത്തിട്ട് എൻ്റെ മമ്മിയോട് കൂടെ ചേർന്ന് ഈ ഗുരുവിനെ കാണാനായിട്ട് പോയി. അവിടെ പോയാൽ അവിടെ ഒരു സർദാറാണ് ഇരിക്കുന്നത്. സർദാരൻ ഞങ്ങളോട് ചോദിച്ചു, നീ മധു കുടിക്കുവോ, പിന്നെ മത്സ്യം തിന്നുവോ, മുട്ട കഴിക്കുവോ? ഇതാണ് 3 ചോദ്യം. ഞങ്ങൾക്ക് ചിരി വന്നു. കാരണം ഞങ്ങൾ ബ്രാഹ്മണരാണ്, ആ മുട്ടയൊന്നും കഴിക്കാറില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല അതൊന്നും ചെയ്യത്തില്ല. പിന്നെ അവർ പറഞ്ഞു, ശരി, ഇന്നാ യു ക്വാളിഫൈ, ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം അകത്ത് പോയി ഞങ്ങൾ കാത്തിരിക്കുക ഇവരെന്ത് വലിയ മർമ്മം പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. ഇവർ ഞങ്ങളോട് 5 നാമങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു, ഈ നാമം ദൈവത്തിൻ്റെ നാമങ്ങളാണ്. ഇത് ഇരുന്ന് ഒരു ദിവസം 2.5 മണി നേരം ഇരുന്ന് നിങ്ങൾ ഒരു ഇരിപ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ 5 പേരും ഉരുവിട്ട് പിന്നെയും മന്ത്രിച്ച് പറയണം. അപ്പോൾ ദൈവം പ്രസാദിച്ച് നിങ്ങളുടെ ഈ ആരാധന കണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രസാദം തോന്നി പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ അറിയും, ദൈവത്തെ കാണും, ദൈവത്തോട് സംസാരിക്കാം എന്നൊക്കെയും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ഡെയിലി കാലത്ത് 3 മണിക്ക് എഴുന്നേച്ച് 5:30 മണി വരെ ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും. ഒറ്റ ഇരിപ്പിൽ ഇരുന്ന്, അത് തണുപ്പായാലും ചൂടായാലും ഏത് ശീതോഷ്ണ സിറ്റുവേഷനായിരുന്നാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും. ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെയും ഇതിനോട്ട് ഞാൻ കൊണ്ടുവന്നു. ഞങ്ങൾ 2 പേരും തന്നെ, ഞങ്ങൾ മാത്രം തന്നെ 13 വർഷക്കാലം ഇതുപോലെ ഓരോ ദിവസവും 3 മണിക്ക് എഴുന്നേച്ച് 5:30 മണി വരെ ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷം ചെയ്തിട്ടും ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷമായില്ല. കണ്ണടച്ചാൽ ദൈവത്തെ കണ്ണുമുട്ടുമെന്ന് പറഞ്ഞു. കണ്ണടച്ചാൽ ഇരുട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞങ്ങളുടെ നടുവിൽ വേദനയാണ് വന്നത്. കാലിലും നടുവിലും വേദനയാണ്, വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റവരോട് ചോദിച്ചാൽ അവർ പറയും, ഒന്നും ചോദിക്കരുത്, അങ്ങനെ ഇരിക്കുക, ദൈവത്തിന് എപ്പോൾ പ്രസാദം തോന്നുമോ അപ്പോൾ ദൈവം പ്രത്യക്ഷമാകുന്നു. വർഷങ്ങൾ ഉരുണ്ട് ഓടിപ്പോകുക, ഞങ്ങളൊന്നും കാണുന്നില്ല.
ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് ഞങ്ങളുടെ കുടുംബം ഇന്ത്യ വിട്ട് ഞങ്ങൾ ആഫ്രിക്കയിലായിട്ട് പണിയിൽ സംബന്ധിച്ച് ഞങ്ങൾ പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു എൻജിനീയറാണ്, ഒരു MBA ആണ്. പുള്ളിക്കാരൻ നല്ല ഒരു ജോലി അവിടെ കിട്ടി, എനിക്കും അവിടെ ജോലി കിട്ടി. ഞാനും പോയി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ടാൻസാനിയാവിൽ 2 വർഷം വരുന്നു. അവിടെയും ഈ ഗ്രൂപ്പ്, ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ടാൻസാനിയ വന്ന് ഞങ്ങൾ സിംബാബ്വെ എന്ന് പറയപ്പെടുന്ന സെൻട്രൽ ആഫ്രിക്കൻ കൺട്രി, അവിടെയും ഞങ്ങൾ പോയി. അവിടെയും ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസേഴ്സ് ആയിരുന്നു. അവിടെയും ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ കണ്ടു. ഞങ്ങൾ അവരോട് കൂടെ ചേർന്ന് മെഡിറ്റേഷൻ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 86 ആകുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഇവിടെ ഞങ്ങൾ 1990 വരെ ഞങ്ങൾ ഇന്ത്യയിലായിരുന്നു. അപ്പോഴും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു. 90 ഞങ്ങൾ ഗ്രീൻ കാർഡ് കിട്ടിയ ശേഷം കുടുംബമായിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളും ഞാനും ഞങ്ങൾ അമേരിക്കയിലോട്ട് ഞങ്ങൾ യാത്രയായി. അവിടെ പോയപ്പോൾ അമേരിക്ക മഹാമോശമായ ഒരു റിസഷൻ്റെ മധ്യയിലായിരുന്നു. വളരെ പഠിത്തവും ഡിഗ്രീസും നല്ല കഴിവും ഉള്ള ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടിയില്ല. ഞങ്ങൾ ഒരു വളരെ വളരെ സിമ്പിൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ, പ്രൊഫസറായി ഇരുന്ന ഞാൻ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് ജോലി എടുക്കേണ്ടി വന്നു. എൻ്റെ ഹസ്ബൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇരുന്ന മനുഷ്യൻ അവിടെ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകേണ്ടി വന്നു, വേറെ ഒരു കടയിൽ ബില്ല് ചെയ്യേണ്ടി വന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലി എടുത്താണ് ഞങ്ങളുടെ ജീവിതം അവിടെ ഞങ്ങൾ തുടങ്ങിയത്. പ്രൈസ് ദ ലോർഡ്. പിന്നെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലല്ല, പക്ഷെ ഞങ്ങളുടെ സംബന്ധപ്പെട്ട പല ജനം അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി എന്തോ ഒരു കശപിശാന്ന് പറഞ്ഞ് വല്ലാത്ത മോശമായ ഒരു സിറ്റുവേഷൻ അവിടെ ഉരുവായി കഴിഞ്ഞു. ആ സമയത്തിൽ വളരെ കോപപ്പെട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയില്ല, ഇതെല്ലാം കള്ളമാണ്, സകലവും കള്ളമാണ്, ദൈവം എന്നുള്ള ഒരു സാധനമില്ല, ദൈവം എന്നുള്ള പേര് തന്നെ കള്ളമാണ്. എല്ലാവരും പറയുക എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച് വല്ലതും പറഞ്ഞേച്ചും പോവുക. നമ്മളും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞ് നമ്മളും ചെയ്യുക. എല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മെഡിറ്റേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അതെല്ലാം കൂടി അങ്ങ് മാറ്റിവെച്ചു. അതുമാത്രമല്ല, ഞാൻ ദൈവത്തെ നിന്ദിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്തിയസ്റ്റിക്കായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. എപ്പോഴും ദൈവം എന്തെയ്യാ, ദൈവത്തിൻ്റെ പേരാരെങ്കിലും പറഞ്ഞ് ഞാൻ അടിക്കാൻ പോകും. അങ്ങനെയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്തിൽ 1992 ആ സമയത്തിൽ ഒരു ദൈവദാസൻ, പാസ്റ്റർ സൈമൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ബോസ്റ്റണിലാണ് പുള്ളിക്കാരൻ, ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പുറത്തെ ഒരു നോർഈസ്റ്റർ എന്ന് പറയുന്ന മഹാമോശമായ സ്നോ സ്റ്റോമാണ് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വേളയിൽ പരിശുദ്ധാത്മായിട്ട് വളരെ വ്യക്തപരമായിട്ട് പുള്ളിയോട് ഇടപെട്ട് പറഞ്ഞ കാര്യം, എഴുന്നേക്ക്, ഈ സ്റ്റോറിലോട്ട് പോ, അവിടെ ഒരു വ്യക്തിയുണ്ട്, നീ അവനെ സന്ധിക്കണം, അവനോട് നീ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എഴുന്നേച്ചു, ഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോമിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ആ സ്റ്റോറിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ പോകാൻ പറഞ്ഞു, ഇതാ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ ആരെ സന്ധിക്കണം, നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ചുറ്റുമുറ്റും നോക്കുന്ന വേളയിൽ പുള്ളിക്കാരൻ്റെ കണ്ണുകൾ എൻ്റെ ഭർത്താവിൻ്റെ മേലെ വീണു. എൻ്റെ ഭർത്താവെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ആ വ്യക്തിയാണ്, ചെല്ല്, ആ വ്യക്തിയോട് നീ സംസാരിക്കുക, പരിചയപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസൻ സ്റ്റോറിനകത്ത് പോയി ഒരു ക്യാന് പാല് മേടിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ബില്ല് ചെയ്യുന്ന ആ വഴിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഇന്നാരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓ നിങ്ങൾ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓ എൻ്റെ ഭാര്യ മലയാളം സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാസ്റ്റർ എന്താ ചെയ്തു, ഒരു കാർഡ് എടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തേച്ചും പറഞ്ഞു, ഞങ്ങൾ അധിക ദൂരത്തിലല്ല താമസിക്കുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരണേ. അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ ഭവനത്തിൽ ഹസ്ബൻഡ് മടങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ലതേ നോക്ക്, ഞാൻ ഒരാളെ സന്ധിച്ചു, നോക്ക് എൻ്റെ കയ്യിൽ എന്തുവാണെന്ന് പറഞ്ഞു. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കാണുന്ന ചർച്ചിൻ്റെ പേരും പിന്നെ പാസ്റ്റർ സോ ആൻഡ് സോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മഹാദേഷ്യം വന്നു. ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഇളകി
ഭയങ്കരമായിട്ട് ഞാൻ ഒച്ച വെച്ചു, ഭർത്താവിനോട് വഴക്കുകൂടി. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനോട്, ഈ ദൈവമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും 33 കോടി ദേവറുകൾ വേണ്ട, മെഡിറ്റേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന ഈ വേളയിലാണോ ഈ യേശു എന്ന് പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നേ? ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വരുന്നേ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കെന്തോ വട്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് ഭയങ്കരമായിട്ട് നിഷ്ഠൂരമായിട്ട് ഞാനങ്ങ് വഴക്ക് കൂടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ആ കാർഡ് മേടിച്ച് അതിനെ ചുക്ക് നൂറായിട്ട് കിഴിച്ച് ജന്നൽ തുറന്ന് ഞാനങ്ങ് ഊതി വിട്ടു. ആ കാർഡിനെ അങ്ങ് കിഴിച്ച് ഊതി വിട്ടു. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കാർഡ് പോയി, ഇനി അയാളെ ഒന്നും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ ഒരു ആഴ്ച ആകുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു റെസ്റ്റോറൻറ്റിലും ജോലി ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞുവല്ലോ. അവിടെ ഒരു സാഹിബ്, ഒരു വയസ്സായ ഒരു മനുഷ്യൻ, MIT-യിൽ റിട്ടയേർഡ് പ്രൊഫസറാണ്. പുള്ളി ഇപ്പോൾ കർത്താവിൽ എടുക്കപ്പെട്ടു, ഇപ്പോൾ ഈ ലോകത്തിൽ ഇല്ല. ആ പുള്ളിക്കാരൻ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഒരു ചുമന്ന പുസ്തകം എന്നും വായിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് കാണുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നും ചോദിക്കും, ഇത് എന്തുവാ ഇത് തന്നെ, ഈ ബുക്ക് തന്നെ ഈ മനുഷ്യൻ വായിക്കുന്നു, വേറെ ഒരു ബുക്ക് വായിക്കുന്നില്ലല്ലോ, ഇത് തന്നെയല്ലോ വായിക്കുന്നത്, ഈ ബുക്കിൽ എന്താ വിശേഷം എന്നുള്ള ചോദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളിക്ക് താങ്ങാൻ വയ്യാതെ ഈ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, സാർ ഇതെന്തുവാണ് ഈ റെഡ് ബുക്ക്, ഇതെന്തുവാണ്, ഇങ്ങനെ വിശേഷിച്ച ബുക്കാണോ, എപ്പോഴും ഇതില്ലേ നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ വേറെ ഒന്നും വായിക്കത്തില്ലേ, ഇതാണോ എപ്പോഴും വായിക്കുന്നത്, ഇതെന്തുവാ അത് എന്ന് ചോദിച്ചപ്പോൾ ഈ സാഹിബ് എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, ഇത് ഹോളി ബൈബിളാണ്, നീ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല 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 ഇല്ല, വി ആർ ഹിന്ദുസ്, ഞങ്ങൾ ഹിന്ദു ആണ്, വി ആർ ബ്രാഹ്മിൻസ്, ഞങ്ങൾ ഇതൊന്നും വായിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്ന ഒരു കാര്യം ഞാൻ ചെയ്യാം, ഈ ബൈബിള് തന്നെ നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യാം, വല്ലപ്പോഴും നിങ്ങളൊന്ന് ഇത് തുറന്ന് ഒന്ന് വായിക്കണേ, ഒന്ന് നോക്കണേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എന്തുവാണ് വിശേഷമെന്ന്, എന്തിനാണ് ഞാൻ ഡെയിലി ഇത് വായിക്കുന്നു എന്നുള്ള ആ വിഷയം നിങ്ങൾക്ക് പിടികിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കൈ കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ലല്ലല്ലല്ല, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ പുള്ളിക്കാരൻ, ആ റിട്ടയേർഡ് പ്രൊഫസർ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. ആ ബുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു വിട്ടു. അപ്പോൾ അന്ന് വൈകിട്ട് പുള്ളിക്കാരൻ വീട്ടിൽ വരുമ്പോൾ കയ്യിൽ ബൈബിള് കൊണ്ടു ആ വീട്ടിൽ കയറുന്നു. എന്നോട് പറഞ്ഞു, അല്ലേ ഇന്ന് എനിക്ക് എന്ത് കിട്ടിയേ അറിയാമോ? ഞാൻ പറഞ്ഞു, എന്തുവാ കിട്ടിയത്? പുള്ളി പറഞ്ഞു, ബൈബിള് കിട്ടി. അത് കണ്ടപ്പോൾ തുടങ്ങി ഇവിടെ ഒരു ചാട്ടം, എൻ്റെ കാതിൽ മൂക്കിലൊരു പുകയാണ് പുറത്ത് വരുന്നത്, അങ്ങനത്തെ കോപമാണ് എനിക്ക്. ഞാൻ പറഞ്ഞു, അയ്യോ വട്ട് വട്ട് വട്ട്, എന്താ വട്ട് പിടിച്ചോ, എന്തിനായത്, ആരാണ് ഈ ക്രിസ്തു, ആരാണ്, എവിടെ ജനിച്ചാണ്, നമ്മുടെ സമ്പ്രദായം എന്തെങ്കിലും അറിയാമോ ഈ ക്രിസ്തുവിന്, എന്തിനാ ഈ ക്രിസ്തുവിനെ പിടിച്ചോണ്ട്, ഈസ് നോട്ട് ഇവൻ എൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഇന്ത്യൻ പോലും അല്ല, എന്തിനാ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത് എടുത്ത് മാറ്റ്, കുപ്പത്തൊട്ടിയിൽ ഇപ്പം കൊണ്ടിടണം, ഇല്ലെങ്കിൽ ഞാൻ രവി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രവിയാണ്, ഞാൻ പറഞ്ഞു രവിയെ പൊക്കി കുപ്പത്തൊട്ടിയിലിടും, ബൈബിളെ പൊക്കി ഞാൻ കുപ്പത്തൊട്ടി എടുത്ത് മാറ്റെന്ന് പറഞ്ഞു. ഭയങ്കര എടുത്ത് ചാട്ടമായിരുന്നു, നിലവിളിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ശരി 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 ശരി, ഞാനിപ്പോൾ എടുത്ത് കുപ്പത്തൊട്ടിയിലിടാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് പുറത്തു പോയി. ഞാൻ വിചാരിച്ചു ഇത് കുപ്പത്തൊട്ടിയിൽ പോകുമെന്ന്. പക്ഷെ പുള്ളിക്കാരൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. പുള്ളിക്കാരൻ ആ ബൈബിൾ എടുത്ത് ഷർട്ടിനടിയിൽ ഇങ്ങ് വെച്ച് ഒളിച്ചു വെച്ചുകൊണ്ട് വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അറിയാതെ ഒരു പെട്ടിയുടെ അടിയിലിട്ട് അങ്ങ് ക്ലോസറ്റിൽ ഒളിച്ചു വെച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചത് പുള്ളിക്കാരതിനെ കളഞ്ഞു എന്നാണ്. അപ്പോൾ എനിക്ക് സമാധാനമായി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ബൈബിളെ പുറത്താക്കി, കാരനെ പുറത്താക്കി, ഇനി യേശുവുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇരിക്കുമായിരുന്നു. പക്ഷേ 4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സന്ധിച്ച ആ പാസ്റ്റർ ഉണ്ടല്ലോ, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ടെലിഫോൺ നമ്പർ എൻ്റെ ഹസ്ബൻഡോട് ചോദിച്ച് മേടിച്ചിരിക്കുക. ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. പാവപ്പെട്ട ഉപദേശിയുടെ കഷ്ടകാലത്തിന് പുള്ളിക്കാരൻ വിളിക്കുമ്പോഴൊക്കെയും ഞാനാ ഫോൺ എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലില്ല, അപ്പം ഞാനാ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് കഴിഞ്ഞ് പച്ച മലയാളത്തിൽ അങ്ങോട്ട് 4 തെറി പറഞ്ഞു കൊടുത്തു. വായിൽ വരുന്ന അനാവശ്യമൊക്കെയും പുള്ളിയെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ, നീ ഒരു ഉപദേശിയാണോ, നിനക്ക് ജോലിയില്ലേ, ജോലിയില്ലാതെ മനുഷ്യനാ, അതുകൊണ്ടാണ് ഇങ്ങനെ ആര് മുസ്ലിം കിട്ടുമോ, ബ്രാഹ്മണത്തിൽ കിട്ടുമോ, ഹിന്ദു കിട്ടുമോ, ആരെ കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ് നീ നടക്കുന്നത്, വല്ലതും ചെന്ന് പണി നോക്ക്
ഗോ ആൻഡ് ടേക്ക് അപ്പ് എ ജോബ് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാണ് ഉള്ളത്? പുള്ളിക്കാരൻ ഒരു ദൈവം, യേശു ക്രിസ്തു. ഞാൻ പറയാന്നോ, എനിക്ക് 30 കോടി ദേവന്മാരുണ്ട്, നിനക്ക് വേണോ? ഞാൻ തരാം. എത്ര വേണം? ഏത് സൈസിൽ വേണം? ഏത് നിറത്തിൽ വേണം? എങ്ങനെ വേണം പറ, ഞാൻ തരാം. നിനക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, എനിക്ക് പല ദൈവങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് തരാം, നീ പിടിച്ചോ ഇച്ചിരി, ഞാൻ തരാം. അന്ന് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ആ മനുഷ്യനെ, കുറേ തെറിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെയും ഈ പുള്ളിക്കാരൻ തിരിച്ചിങ്ങോട്ട് എന്നെ തെറി പറയത്തില്ല, ഒരു വാക്കും മിണ്ടത്തില്ല. ഇതെനിക്ക് ധർമ്മ സങ്കടമായി പോയി. കാരണം എൻ്റെ ചിന്തയിൽ ഞാൻ ഒരാളെ പള്ളു പറഞ്ഞാൽ അയാളും ഇങ്ങോട്ട് പള്ളു പറഞ്ഞാൽ ക്യാൻസലായിപ്പോയി. പക്ഷേ ഇവിടെ ഞാൻ അങ്ങോട്ട് പറയുക, പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഒന്നും മിണ്ടുന്നില്ല. അത് എൻ്റെ തലയിൽ എരിയുന്ന കനൽ കൊണ്ട് വെച്ചതുപോലെ എനിക്ക് ധർമ്മ സങ്കടമായി പോയി. ഞാൻ ആലോചിക്കുക, എന്തിനാണ് ഈ പുള്ളി ഒന്നും പറയാത്തത്? ഞാൻ ഇത്രയും തെറി പറയുമ്പോൾ എന്തിനാണ് ഈ പുള്ളി ഒരൊറ്റ വാക്ക് ഇങ്ങോട്ട് മിണ്ടുന്നില്ല? ഇങ്ങനെ മിണ്ടാതെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും അന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഒടുവിലത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ എനിക്ക് സുഖമില്ല, വയറ്റ് വേദനയുമായിട്ട് ഞാൻ കിടക്കുക. അന്നാണ് ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന കൂട്ടത്തിന് വരണം, അന്ന് ക്ഷണിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ വൈഫിന് സുഖമില്ല, വയറ്റിന് അസുഖമാണ്, അവളിങ്ങ് കരഞ്ഞുകൊണ്ട് കിടക്കുക, ഞങ്ങൾക്ക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അല്ല സുഖമില്ലെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം, യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ലതേ, ആ പാസ്റ്റർ പറയുന്നു യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കുമെന്ന്, നമുക്കൊന്ന് പോവാമോ? ഞാൻ പറഞ്ഞു, ചെന്ന് പണി നോക്കാൻ പറ, എത്ര കഥ കേട്ടിട്ടുണ്ട്, ഇതൊരു പുതിയ കഥയൊന്ന് വന്നിട്ടുണ്ട് ഇവിടെ. യേശു ക്രിസ്തുവും വേണ്ട, സൗഖ്യമോ വേണ്ട, ചെന്ന് പണി നോക്കാൻ പറ എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പാവം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരനോട് പറഞ്ഞു, വേറെ ഒരു ദിവസം വരാം അന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ ടെലിഫോൺ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വേദന അങ്ങോട്ട് തുടങ്ങി, ഹൃദയം പൊട്ടി. കാരണം ഞാൻ ഈ പാസ്റ്ററെ ഭയങ്കരമായിട്ട് പള്ളു പറഞ്ഞ ആളാണ്. എന്നിട്ട് എനിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുക, ഇങ്ങോട്ട് കൊണ്ടുവാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു ക്രിസ്തു സൗഖ്യം ആക്കും. ഈ കരുണ, ഈ ദയ, ഇത് പുതിയതാണ് എനിക്ക്. എന്നോട് മോശമായിട്ട് ആരെങ്കിലും ഇടപെട്ടാൽ ഞാൻ അവരോട് മോശമായിട്ട് ഇടപെടുകയായിരുന്നു എൻ്റെ പണ്ടത്തെ ജീവിതത്തിൽ. പക്ഷേ ഇവിടെ ഈ കരുണ, ഈ ദയ, മനസ്സലിവൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. അപ്പം ഞാൻ കിടക്കിന്ന് എഴുന്നു, എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, ഞാൻ ചെന്ന് കുളിച്ചേച്ചും വരാം, നമുക്ക് ഒന്ന് ഈ പ്രാർത്ഥന കൂട്ടത്തിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മോളും എന്നോട് പറഞ്ഞു, മമ്മി അവിടെ പോകുന്ന ആ പാസ്റ്ററെ പിടിച്ച് അടിക്കാൻ പോകുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, പ്രോമിസ്, ഐ വിൽ ബിഹേവ് പ്രോപ്പർലി എന്ന് പറഞ്ഞു. ഞാൻ അടിക്കില്ല അന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ട് ചെന്ന് കുളിച്ച് ഒരുങ്ങി ഞങ്ങളുടെ ആദ്യമായിട്ട് ആ പ്രാർത്ഥനക്കൂട്ടത്തിൽ ഞങ്ങൾ പോയി. ഇത് സംഭവിച്ചത് 1992 ഒടുവിലാണ്, നവംബറിലാണ് സംഭവിക്കുന്നത്. നവംബർ ഒടുവിലത്തെ ആഴ്ചയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ എൻ്റെ വിചാരണയിൽ ഒരു ചർച്ച് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ബിംബങ്ങളുണ്ടായിരിക്കും, മെഴുകുതിരി ഉണ്ടായിരിക്കും, അതും ഇതും ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയാൽ ഇതുപോലത്തെ ഒരു മുറി, അവിടെ ഒരു പായിലിരിക്കുന്ന കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരും, എന്നിട്ട് ഇവരെല്ലാം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാം അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കും, ആരെയാണ് ഇവർ അപ്പാ എന്ന് വിളിക്കുന്നേ, ആരെയാണ് പിതാവേ എന്ന് വിളിക്കുന്നേ, ഇതിലിരിക്കുന്ന ആര്, ഏത് മനുഷ്യനാണ് ഇത്രയും പേരുടെ അപ്പാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എനിക്ക് ഒരു വിധത്തിലും പിടികിട്ടുന്നില്ല. കാരണം അതുപോലത്തുള്ളൊരു പ്രാർത്ഥന അതുവരെ ഞാൻ കേട്ടിട്ടില്ല. 36 വയസ്സായിരുന്നു എനിക്ക് ആ സമയം, ഞാൻ കേട്ടിട്ടേയില്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് പിടികിട്ടി, ദൈവത്തെയാണ് ഇവർ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ തമ്മിൽ സംസാരിക്കുന്ന പോലെ ദൈവത്തോട് ഇവർ അപേക്ഷകളൊക്കെയും അങ്ങ് കാഴ്ചവെക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. വളരെ അതിശയമായിട്ട് ഇരുന്നു. കാരണം അതുവരെ സംസ്കൃതമല്ലാതെ വേറെ ഒരു ഭാഷയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ പഠിച്ച മന്ത്രങ്ങളൊക്കെയും എല്ലാം സംസ്കൃതത്തിലാണ്. അപ്പോൾ എൻ്റെ
ബുദ്ധിക്ക് മനസ്സിലായത് ദൈവം സംസ്കൃതം മാത്രമേ മനസ്സിലാക്കുമെന്ന്. ഇവർ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നു, ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതാ. പിന്നെ അവരുടെ വിഷയത്തിന് വേണ്ടിയല്ല, മറ്റവരുടെ വിഷയത്തിന് വേണ്ടി ഇടുവിൽ നിന്ന് മധ്യസ്ഥമായിട്ട് നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ കേട്ടു. അതുവരെ അതുപോലെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒടുവിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയും എൻ്റെ ഭർത്താവിന് വേണ്ടിയും എൻ്റെ കുഞ്ഞിന് വേണ്ടിയും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്തോ ഞങ്ങൾക്ക് വേണ്ടിയാണോ ഇവർ പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടി? ഞാനെന്തോ പൈസ വല്ലതും കൊടുക്കാൻ പോകുന്നോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ? എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്? ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്? അന്ന് ഞാനിങ്ങ് ശ്രദ്ധിക്കുമായിരുന്നു. ശ്രദ്ധിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവർ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ രക്ഷയെന്നുള്ള കാര്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ മോക്ഷമെന്ന് പറയും. ഒരു മുസ്ലിം ആയാലും ഒരു ബ്രാഹ്മണത്തി ആയാലും ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായിരുന്നാലും എല്ലാവർക്കും ഈ മോക്ഷത്തിനെ കുറിച്ച് അറിയാം, രക്ഷയെക്കുറിച്ച് അറിയാം. മനുഷ്യന് ആവശ്യമുള്ളത് മോക്ഷമാണ്, രക്ഷയാണ്, പാപത്തിൻ്റെ വിടുതൽ, ആ ദൈവത്തിലുള്ള ആ സ്വാതന്ത്ര്യം. ഇനി പാപത്തിനെ നമ്മളെ ചെയ്യിപ്പിക്കുന്ന ആ ദുഷ്ടൻ്റെ ആധിക്യത്തിലിരുന്ന് ഒരു വിടുതലയുമാണ് എല്ലാവർക്കും ആവശ്യം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവർ അങ്ങനെ ഞങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. കാരണം ഒരൊറ്റ വ്യക്തിയുടെ മോക്ഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ മോക്ഷം എങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, വേണമെന്നുള്ള ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. ഇവർ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചങ്ക് പൊട്ടി, ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചു ഇന്ന് വരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉണരുമ്പോൾ ഞാൻ ഓൾട്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നു. ആരാധന നടക്കുന്ന ആ സമയത്ത് ഒരു കാഴ്ചക്കാരിയായിട്ടാണ് ഞാൻ അവിടെ പോയത്. തമാശ കാണാൻ, ഞാൻ പറഞ്ഞില്ലേ ഫ്രീ കോമഡി ഷോ, അത് കാണാനായിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ അവിടെ ഒരു ചൈതന്യമുണ്ടായിരുന്നു, അവിടെ ഒരു 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 സാന്നിധ്യമുണ്ടായിരുന്നു, അവിടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ അറിയുന്നു. അതിനെ ഇങ്ങ് വിരൽ കൊണ്ട് എനിക്ക് തൊടാൻ പറ്റുന്നില്ല, അത് ഇന്നതാണെന്ന് അങ്ങ് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഇത് ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു പ്രസൻസ്, ഒരു ചലനം, ഒരു മൂവ്മെൻറ്റ് ഞാൻ അവിടെ അനുഭവിക്കുന്നുണ്ട്. ഞാനിങ്ങ് പറഞ്ഞു, ദൈവമേ നീ ഇല്ലാന്ന് നിന്നെ ഞാൻ ഒരുപാട് നിന്ദിച്ചു. എൻ്റെ കോപത്തിലാണ് ഞാൻ നിന്ദിച്ചത്. എനിക്ക് ഒരുപാട് കഷ്ടപ്പാട് വന്നു, അതുകൊണ്ട് നീ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ നിന്ദിച്ചു. പക്ഷേ എനിക്കറിയാം നീ ഉണ്ടെന്ന് എനിക്കറിയാം, നീ ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിങ്ങ് കോപത്തിലാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുക ദൈവത്തോട്. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ ക്രിസ്ത്യാനികൾ പറയുന്നു നീ യേശു ക്രിസ്തുവെന്ന്, മുസ്ലിം പറയുന്നു നീ അല്ലാവെന്ന്, എൻ്റെ വീട്ടിൽ മഹാവിഷ്ണു എന്ന് പറയുന്നു, ശിവനാണെന്ന് പറയുന്നു, കൃഷ്ണനാണെന്ന് പറയുന്നു, ഗുരുവായൂരപ്പനാണ് നീ ആരാപ്പാ? ഹു ആർ യു? എന്നോട് എന്നെ നീ തൊടുമോ? നീയാണ് ഇവിടെ ഞാൻ അനുഭവിച്ച ഈ ചൈതന്യമാണ് ആ എൻ്റെ അമ്മ പറഞ്ഞ പരമാത്മാ എങ്കിൽ നീ എന്നെ തൊടണം, ഇന്ന് നീ എന്നെ തൊടണം. നീ അല്ല എങ്കിൽ എന്നെ തൊടാൻ ഞാൻ പെർമിഷൻ കൊടുക്കുന്നില്ല അന്ന് പറഞ്ഞ് ഞാനങ്ങ് കണ്ണടച്ച് നിൽക്കുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ വേളയിൽ ഉയരുന്ന ഒരു 10,000 വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി പോലെ ഒരു പവർ എൻ്റെ തലക്കൂടി അങ്ങ് ഇറങ്ങി. അത് ഞാൻ ഉണരുന്നു, അത് എന്നെ സ്പർശിക്കുന്നു. അത് എന്തുവാ? സ്നേഹത്തിൻ്റെ സ്പർശം, വിശുദ്ധിയുടെ സ്പർശം, കർത്താവിൻ്റെ സ്പർശം, പരിശുദ്ധാത്മാവിടെ ഒഴുക്ക്. ആ എക്സ്പീരിയൻസിന് ഒരു വാക്കുകൾ കൊണ്ട്, മനുഷ്യമായുള്ള വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ എനിക്ക് കഴിയുകയില്ല. എത്രമാത്രം ഫ്ലവറി ലാംഗ്വേജ് ഇട്ടാലും ആ അനുഭവത്തിന് വാക്കുകൾ കൊണ്ട് ഒരു നിറവ് കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുകയില്ല. പക്ഷേ ആ ദൈവസ്നേഹത്തിൻ്റെ സ്പർശമാണ്. ഗോഡ് സോ ലവ് ദ വേൾഡ്
that he gave his only begotten son. അത് so loved the world എന്നുള്ള ആ ഫ്രേസ് ഉണ്ടല്ലോ, ആ so much love, അതാണ് എന്നെ തൊട്ടതന്ന്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ബ്രാഹ്മണകുലത്തിൽ നിന്ന് വന്ന ഞാൻ ദൈവത്തെ അറിയാതെ ഇരുന്ന ആ വേളയിൽ ആ സ്പർശം ഞാൻ ഉണർന്ന ആ വേളയിൽ എനിക്ക് ആ ശക്തി താങ്ങാൻ വയ്യ. ഐ കനോട്ട് കണ്ടെയ്ൻ ദ ഗ്ലോറി. അങ്ങനെ ആ ചെറിയൊരു സ്പർശം എനിക്ക് കിട്ടിയപ്പോൾ എനിക്കത് വളരെ വലുതായിരുന്നു. എൻ്റെ ശരീരത്തിന് അത് താങ്ങുന്നില്ല. ഞാൻ താഴെ വീഴാനായിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുക. എന്നെക്കൊണ്ട് കഴിയുന്നില്ല. താഴെ വീണപ്പോൾ ഇത്രയും അറിയാത്ത ജനത്തിൻ്റെ മുമ്പ് താഴെ വീണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. ഞാനങ്ങ് നോക്കുക, എഴുന്നേച്ച് ഓടാനായിട്ട് ഞാൻ വളരെ പ്രയത്നം ചെയ്തു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ദിസ് പ്രസൻസ്, ദിസ് പവർ വാസ് സോ ഓവർവെൽമിങ്. താഴെ കിടക്കുന്ന എൻ്റെ മേൽ കറണ്ട് പോലെ വിറന്ന് തല തൊട്ട് പാദം തൊട്ട് തല വരെ അങ്ങ് ഓടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒടുവിൽ ഞാനങ്ങ് റെസിസ്റ്റ് ചെയ്യുന്നത് നിർത്തി, സറണ്ടർ ചെയ്തു. അങ്ങനെ ഈ പവറിൻ്റെ അടിക്ക് ഞാനങ്ങ് ഈൽഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ആശ്വാസം. പിന്നെ ഒരു കരച്ചിൽ തുടങ്ങി. അങ്ങ് കരഞ്ഞ് എൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീര് ഒഴുകി പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വൈ ആം ഐ ക്രൈയിങ്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒന്ന് എനിക്ക് പിടികിട്ടി. 36 വയസ്സുള്ള ഒരു സ്ത്രീ, വളരെ കഠിന ഹൃദയമുള്ള ഒരു സ്ത്രീയായിരുന്നു. പല പേരുടെ നാവിൽ തേൻ ഒഴുകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ നാവിൽ ആ കാലത്ത് ആസിഡാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കഠിന നാക്കുള്ള സ്ത്രീയായിരുന്നു ഞാൻ. ഈ നാവ് കൊണ്ട് പല പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. അത്രയ്ക്ക് ദുഷ്ടൂര വാക്കുകൾ പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. കോപവും താപവും, എനിക്ക് പ്രൈഡും അഭിപ്രായ ഭേദങ്ങളും നിഷ്ഠൂര വാക്കുകളും നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ ഹൃദയം എത്ര കറുത്തതായിരുന്നെന്ന് കർത്താവിന് അറിയാമായിരുന്നു, എനിക്കറിയാമായിരുന്നു. വേറാർക്കും അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഒരാൾ ഉടുക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള ഉടുപ്പായിരിക്കാം. പക്ഷെ അതിനകത്തുള്ള മനുഷ്യൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതുപോലെ ആയിരുന്നു ഞാൻ. പക്ഷേ അന്ന് അവിടെ കടന്ന് കരഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ 36 വർഷമായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന സകല ക്ലാവും അശുദ്ധവും പോഷ്കും പ്രൈഡും ആ ജലസിയും കോപവും താപവും സകലവും എൻ്റെ കണ്ണുനീര് കൂടി പുറത്ത് ഒഴുകിപ്പോയി. ഞാനങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. താഴെ കടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ വേളയിൽ ഒരു വിശുദ്ധീകരണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരു സോപ്പ് കൊണ്ട് കഴുകിയാലും ഏത് ഗംഗാജലം കൊണ്ട് കഴുകിയാലും കിട്ടാത്ത ഒരു ശുദ്ധീകരണമാണ് അന്ന് രാത്രി എനിക്ക് കിട്ടിയത്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സകല പാപവും ക്ഷമിച്ച് തരുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് എൻ്റെ ഹൃദയം ആവശ്യമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് എനിക്ക് ആവശ്യമുണ്ട്. അന്ന് ഞാൻ ദൈവ മകളായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അന്ന് രാത്രി വീട്ടിലിരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുവേ, നീ ആര്? എനിക്ക് അറിഞ്ഞുകൂടാ. നീ ദൈവമെന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, നിന്നെ ഞാൻ ഏറ്റു. ഇപ്പോൾ ഇവരോട്, എൻ്റെ ഭർത്താവിനോട്, കുഞ്ഞിനോടും ഞാൻ എന്ത് ചെന്ന് പറയാനാ? നിന്നെക്കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നിന്നെക്കുറിച്ച് അവരോട് ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിയത്തില്ല. നീ എന്നോട് സംസാരിച്ചല്ലോ, നീ സംസാരിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് പിടികിട്ടി. അവരോട് സംസാരി, എൻ്റെ ഹസ്ബൻഡിനോട് സംസാരി, എൻ്റെ മോളോട് സംസാരി. ഈ വീട്ടിൽ ഒരൊറ്റ ആരാധന വേണം, നിൻ്റെ ആരാധന എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി.